കൂട്ടം അനുയായികൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, നരകത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷയൊന്ന് പറയണേ റസൂലേ. അള്ളാഹുവിന്റെ റസൂലുടെ അനുയായികളോട് പറയുകയാണ്, നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ ഞാൻ പറഞ്ഞു തരൂല, നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ ഞാൻ പറഞ്ഞു തരാം. വലുത് ചോദിച്ച അനുയായികൾക്ക് ചെറുത് പറഞ്ഞു കൊടുത്തു. എന്തുകൊണ്ട്? വലുത് നിങ്ങൾക്ക് കേട്ടിരിക്കാൻ പറ്റൂല, സയ്യിദുനാ റസൂലുള്ളാഹി, അത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റൂല. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുയായികളോട് പറയുകയാണ്. അനുയായികൾ കർണപുരം സാഗൂതം ശ്രദ്ധ ചെലുത്തി കേൾക്കവേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തിന്റെ ഏറ്റവും ചെറിയ ശിക്ഷ അനുയായികൾക്ക് വിവരിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. ഇന്നഹുവന അഹ്ലിന്നാരി അദാബാ മല്ലഹൂന അലാനി വശറാഖാൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ചിറപ്പിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കോടതിയിൽ മഹ്ശറയിൽ നിന്ന് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സമൂഹത്തിന് അല്ലാഹു നൽകുന്ന ഏറ്റവും ചെറിയ ശിക്ഷ ഏതെന്നറിയുമോ? മല്ലഹൂന അലാനി വശറാഖാൻ. തീയാൽ പടയ്ക്കപ്പെട്ടതായ, തീ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായ ഹവായി ചെരുപ്പ് പോലെയുള്ള രണ്ട് വള്ളികളുള്ള ചെരുപ്പ് നാളെ മഹ്ശറയിലേക്ക് ചെന്ന് നരകത്തിലേക്ക് എറിയപ്പെടാൻ വിധിക്കപ്പെടുമ്പോ മലക്കുകൾ കാലിലേക്ക് ധരിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ് യുഗ്ലാ മിൻഹാ ദിമാഗുഹു. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ ചെരുപ്പിന്റെ ചൂട് കാരണമായി അവന്റെ മുട്ടിലൂടെ, തുടയിലൂടെ, അവന്റെ കഴുത്തിലേക്ക്, അവന്റെ തലച്ചോറിനുള്ളിലേക്ക് ചൂട് കടന്നു വരുകയാ. അവന്റെ തലച്ചോറ് വെന്തുരുകുമേ ആ ചെരുപ്പിന്റെ ചൂട് കാരണമായിട്ടെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണ് പറയുന്നത്. നരകത്തിലേക്ക് കടന്നാലുടനെ നീ ബാത്റൂമിൽ ധരിക്കാറുള്ള ഹവായി ചെരുപ്പ് പോലെയുള്ള രണ്ട് വള്ളികളുള്ള ചെരുപ്പ് തരുകയാണ്. തീയാലുള്ള ചെരുപ്പാണ് സാബ, തീ കൊണ്ട് പടക്കപ്പെട്ട ചെരുപ്പാണ് സാബ. ആ ചെരുപ്പ് അങ്ങോട്ടിട്ട കാരണത്താൽ അതിന്റെ ചൂടവന്റെ മുട്ടിലൂടെ അവന്റെ കഴുത്തിലേക്ക്, അവന്റെ തലച്ചോറിനുള്ളിലേക്ക് കടന്നു വരുകയാണ്. വരുന്ന വഴികളുള്ള മുഴുവൻ മാംസങ്ങളും മജ്ജകളും ആമാശയം മുഴുവനും കരിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. ആ ചൂട് കാരണമായി സെക്കൻഡിനുള്ളിൽ അവന്റെ തലച്ചോറ് വെന്തുരുകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ, ഏറ്റവും ചെറുത്, ഇതിനേക്കാൾ ചെറുതുണ്ടാ? ചെറുത് നരകത്തിലില്ല, വേറെ വല്ലയിടത്തുണ്ടോന്ന് അന്വേഷിക്കണം. നരകത്തിൽ ഏറ്റവും ചെറുതാണ് ഈ പറഞ്ഞത്. മനസ്സിലായിക്കോ? ചെരുപ്പം കൂടി ഇട്ട് വരും. ചെരുപ്പ് ഇട്ടാ ഉടനെ എന്ത് ചെയ്യണം? തലച്ചോറ് വെന്തുരുകി പുറത്തു വരും. നഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. യുഗ്നാ മിൻഹാ ദിമാഉഹു. എന്താ പറയുന്ന ചൂടെന്താണ്? എന്താ ചൂട്? നഊദു ബില്ലാഹി, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. 3000 കൊല്ലം നിരന്തരമായി കത്തിച്ചതാണല്ലോ നരകം. أوقد النار ألف سنة حتى احمرت ثم أوقد ألف سنة حتى ابيضت ثم أوقد ألف سنة حتى اسودت وهي سوداء مظلمة. ഹദീസാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 കൊല്ലം കത്തിക്കാൻ മലക്കുകളോട് പറയുകയാണ്. നരകത്തെ 1000 കൊല്ലം കത്തിക്കപ്പെടുകയാണ്. നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു തുടുക്കുകയാണ്. വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ അല്ലാഹു കത്തിക്കാൻ പറയുകയാണ്. നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തു തുടുത്തു അത്രേ. വീണ്ടും വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ അല്ലാഹു കത്തിക്കുകയാണ്. നരകത്തിന്റെ നിറം വല്ലാതെ കറുത്തുപോയി. സാബാ വഹിയ സൗദാഉൻ മുളിമാ.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നരകം വല്ലാതെ കറുത്തു പോയി സാവാ, കറുകറുത്തു പോയി സാവാ. ആ നരകത്തിന്റെ ചൂടാണ്. അതിലെ ചെരുപ്പ് അവന്റെ കാലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവന്റെ തലച്ചോറ് വെന്തുരുകുന്ന ശിക്ഷയാണ് ഏറ്റവും ചെറിയ ശിക്ഷ നരകത്തിലെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അപ്പോൾ ചിന്തിക്കണേ. അപ്പോളൊന്ന് പഠിക്കേണ്ട പാഠം, നിന്റെ ചുണ്ട് മുറിച്ച് മാറ്റുമത്രേ. ഈ ദുനിയാവിൽ അന്യ പെണ്ണിനെ കണ്ടുകൊണ്ട് താല്പര്യം വെച്ചതാകുന്ന ചെറുപ്പക്കാരാ, അവളെ ചുംബിച്ചതാകുന്ന സോദര, നിന്റെ ചുണ്ടുകൾ അല്ലാഹു മുറിച്ച് മാറ്റുമെന്ന് പറയുമ്പോ അത് നരകത്തിലെ ചെരുപ്പിന്റെ ശിക്ഷയേക്കാൾ ഉയർന്നതാണ്. അവിടെ മനസ്സിലാക്കേണ്ടത്. അൽഹംദുലില്ലാ, നല്ല മഴ കണ്ടാ. അതാണ് ആലിമീങ്ങൾ ബഹുമാനിക്കുമ്പോൾ മഴ വരും. റഹ്മത്തല്ലേ മഴ, ആണോ അല്ലയോ? ആണ്. അല്ലാഹു കബൂലാക്കട്ടെ. ഇതൊരു അരമണിക്കൂർ മുമ്പ് വന്നെങ്കിലോ ഒറ്റ മനുഷ്യൻ ഈ ഭാഗത്തോട്ട് വരൂല. എല്ലാവരും ഇതിനകത്ത് നിർത്തിയിട്ട് ഇനി മഴ, ഇനി തീരുന്നത് മഴ, രാഹത്ത്, ആരും പോകണ്ടെന്നർത്ഥം. റഹ്മത്തീന്ന് അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഒരു ഇച്ചിരി പറവോട്ട് നിർത്തുക. അതിനകത്തോട്ടൊന്ന് കയറിയിരുന്നോളി, ആ മഴ നനയാതെ ഒന്ന് ഒതുങ്ങി റാഹത്തായിട്ടിരുന്നോളി. ഇവിടെ നടുക്കോട്ടുള്ള ആ വഴി വേണം ഒഴിവാക്കാം. മഴയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മേത്ത് നനയാതെ ശരീരത്തിൽ കൊള്ളാതെ നോക്കണം. സ്ത്രീകളുടെ ഭാഗത്ത് മറയണ്ട. കുറവാണോ? അവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയല്ല. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കയറ്റാൻ പറ്റൂലല്ലോ അല്ലേ? മറയൊന്നും വെക്കാൻ പറ്റൂലല്ലോ. ഇത് ഇച്ചിരി ബാക്കിലേക്ക്. അല്ലാഹുവേ, അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. കുറേ നാളായില്ലേ നാട്ടിൽ മഴ കിട്ടിയിട്ട് അല്ലേ? മഴ കിട്ടിയാ? ഇല്ല. സലീമിക്ക മഴ കിട്ടിയായിരുന്നോ? അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നമ്മളെല്ലാ നിയ്യത്തുകളും അല്ലാഹു സാധൂകരിച്ച് തരുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമുക്ക് അനുകൂലമായി അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ശ്രദ്ധിച്ചോ, അതേ നീട്ടൂല, നിങ്ങളെ ബുദ്ധിമുട്ടിക്കൂല. ഒന്നാമത് പരീക്ഷയുടെ സമയമാണ്. 1-2 വിഷയങ്ങളൊന്ന് പറയണം. അത് പറയേണ്ടത് കൊണ്ട് മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അതാണ് മനസ്സിലാക്കേണ്ടത്. നരകത്തിൻ്റെ ഏറ്റവും ചെറിയ ശിക്ഷ മുത്തുനബി പഠിപ്പിച്ചതാ, ചെരുപ്പിട്ടാൽ കാല് തലച്ചോറ് വെന്തു തിളയ്ക്കും എന്നാണ് പറഞ്ഞത്. അത് ഏറ്റവും ചെറിയ ശിക്ഷയാകുമ്പോൾ ചുണ്ട് മറിച്ചു മാറ്റുക എന്ന് പറയുന്ന ഈ ചൂടുള്ള കത്രികയുടെ പ്രയോഗം അത് അതിൻ്റെ മുകളിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ വേദന നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല എന്നർത്ഥം. അതിനേക്കാൾ വലിയ കാഠിന്യമായ വേദനയാണ്. അങ്ങനെയാണല്ലോ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില വേദനകൾ നമ്മൾ പറയും, ഇത് ഭയങ്കര വേദനയായി ഇപ്പോൾ വിരലിൻ്റെ തുഞ്ചം. ചിലർ പറയും പല്ലുവേദനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന. പല്ലുവേദന വന്നിട്ടുള്ളവർക്കതറിയാം. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വേറെ എന്ത് നമുക്ക് സഹിക്കാം, പല്ലുവേദന സഹിക്കാൻ പറ്റൂല. അപ്പോൾ വേദന ഏതാണോ അത് പടച്ചവൻ അങ്ങോട്ട് ഇരട്ടിപ്പിക്കുമെന്നർത്ഥം. വേദന നല്ലതുപോലെ ഇരട്ടിപ്പിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരല്പം വോളിയം ഈ മോണിറ്ററിൽ നിന്നിടണം. മൈക്കാരൊന്ന് ശ്രദ്ധിക്കണേ. ഇവിടെ ശ്രദ്ധിച്ചോ. അപ്പൊ ഒന്നാമത്തെ കടമ അതാണ്. അയ്യസ്തൻജിബ ഉമ്മഹു, കുട്ടിയുടെ മാതാവിനെ തിരഞ്ഞെടുക്കണം. അഥവാ കുട്ടിയുടെ മാതാവ് സാലിഹത്തായിരിക്കണം. വധുവിൻ്റെ വീട്ടുകാരെ ശ്രദ്ധിക്കണം. വരൻ സാലിഹായിരിക്കണം. കള്ളുകുടിക്കുന്ന ചെറുപ്പക്കാരനാകരുത്, കള്ളുകുടിക്കുന്ന സഹോദരനാകരുത്. മോശപ്പെട്ടതാകുന്ന ശൈലിയാണ് അവൻ്റെത് എന്ന് തിരിച്ചറിഞ്ഞിട്ടും പെണ്ണിനെ എടുക്കാൻ പാടില്ല, ചെറുക്കനെ എടുക്കാൻ പാടില്ല. ഇത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ചെറുതായിട്ടൊക്കെ വെള്ളമൊടിക്കുമെന്നുള്ളൂ സാധേ, ഒരിക്കലുമില്ല. പിന്നെ നമ്മൾ ഖേദിക്കേണ്ടി വരും. ഒക്കെ വളരെ ശ്രദ്ധിക്കണം. ഒരുപാട് ആളുകൾ ആ വിഷയത്തിലൊക്കെ അശ്രദ്ധ വെതുക്കുന്നവരുണ്ട്. കള്ളു കുടിക്കുന്നവരാണെന്ന് പലരും പറഞ്ഞാലും ശമ്പളം നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, സൗന്ദര്യം നോക്കിയിട്ട് കുഴപ്പമില്ല, സ്വല്പം വെള്ളമൊക്കെ അല്ല, അത് വീട്ടിൻ്റെ അകത്തിരുന്ന് അടിക്കുകയാണ്, ആരും അറിയൂല, ക്വാർട്ടറേ അടിക്കുകയുള്ളൂ, റാഹത്തായിട്ട് ഒളിഞ്ഞിരുന്ന് അടിക്കുന്ന ആളാ മതി എന്ന് പറയുന്നവരുണ്ട്. അതും പാടില്ല. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മകളെയാണ് കൊടുക്കുന്നത്, അവളുടെ ജീവിതം വെച്ച് കളിക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും മകളെ കെട്ടിച്ചുവിടുക എന്നുള്ളൊരു നിയ്യത്താകരുത്.
ഒരിച്ചിരി മുന്നോട്ടിരുന്നോളി, സൗകര്യം ഉണ്ടല്ലോ, അവിടെ പുറയിൽ മഴ നനയുന്നവരുണ്ട്, അതുകൊണ്ടാണ്. ഒന്ന് സൗകര്യം ചെയ്തോളി. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആ ഉള്ള സ്ഥലത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നോളി. നിങ്ങൾ ഇങ്ങോട്ട് വന്ന് മഴ നനയരുത്. ഒന്ന് കയറിയിരുന്നോളി. ബിസ്മില്ലാ കസേരയായിട്ട് ഒന്ന് കയറിയിരിക്കും. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. വല്ലാതെ ദീർഘിപ്പിക്കൂല. നിങ്ങൾ മഴ നനയല്ലേ, മഴ നനയാതെ. സ്ത്രീകളുടെ ഭാഗത്ത് എങ്ങനെയാണ്? ധാരാളം സഹോദരിമാരുണ്ട്, കൊച്ചു കുട്ടികളായിട്ടൊക്കെ വന്നവരുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇവിടെ എല്ലാ നീയത്തുള്ള അള്ളാഹു സാധൂകരിക്കട്ടെ. ആ സ്ത്രീകൾ അവിടെ ക്ലബിൻ്റെ ആ ഭാഗത്തൊക്കെ ഇൻഷാ അല്ലാഹ് ഒന്ന് കയറിയിരുന്നോളൂ. അവിടെ വളണ്ടിയേഴ്സ് കാണിച്ചു തരും. ആ ഭാഗത്ത് ഇൻഷാ അല്ലാഹ് ഒന്ന് കയറിയിരുന്ന് സഹകരിക്കും. അതുപോലെ ഇരിക്കുന്നവരൊന്നും നല്ലതുപോലെ ചേർന്നിരുന്നോളൂ. ആ ഉള്ള സൗകര്യത്തിൽ കുറച്ച് മറിയില്ലേ അവർക്ക്, അല്ലേ? ഒന്ന് അടുത്തടുത്തിരുന്നാൽ മതി. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. വിഷന്മാരോടെ മന നനയണ്ട, ബാക്കിലുള്ളവരൊന്ന് അടുത്തോട്ടിരുന്നോളി. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ഇയ്യാകും വഖലറാഇദ്ദമൻ ഖാലൂ വമാ ഖലറാഉദ്ദമൻ യാ റസൂലല്ലാഹ് قال المرأة الحسنة في منبت السوء. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇയ്യാകും വഖലറാഇദ്ദമൻ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ, ഖലറാഉദ്ദമനിനെ സൂക്ഷിക്കണേ. ഖാലൂ, സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, വമാ ഖലറാഉദ്ദമൻ യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, എന്താണ് ഖലറാഉദ്ദമൻ എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു തരണേ റസൂലേ. ഞങ്ങൾ സൂക്ഷിക്കേണ്ട ഖലറാഉദ്ദമൻ എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ മറുപടി നൽകുകയാണ്, അൽ മർഅത്തുൽ ഹസന ഫി മംബത്തിസ്സൂ, നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ്, പക്ഷേ തറവാട്ട് മഹിമയില്ല, മതബോധമുള്ളവളല്ല, അന്യമതത്തിൽപ്പെട്ട പെണ്ണാണ്. കുഫരിയത്തിന്റെ വക്താവായ വ്യക്തിയുടെ മകളാണ്. നീ റബ്ബിന് സുജൂദ് ചെയ്യുന്നവനാണ്. നീ അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് കൃത്യമായി ബാങ്ക് മുഴങ്ങുമ്പോ ഇമാമും ജമാഅത്ത് നിർവഹിക്കാൻ ഇരിപ്പക്കുളം പള്ളിയിലേക്ക് കടന്നു വരുന്നവരാണ്. കൃത്യമായി നമസ്കരിക്കുന്നവരെ, അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവരെ, തസ്ബീഹ് നടത്തുന്നവനെ, തഹ്ലീലും ദിക്റുമായി ജീവിതത്തെ കഴിച്ചു കൂട്ടുന്നവനെ, പാതിരാത്രി സമയത്ത് പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവനെ, നിന്റെ ജീവിതത്തിലേക്ക് കുഫ്രിയത്തിനെ ചേർക്കരുതേ. അന്യ പെണ്ണിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് ആകർഷരായി പോകരുതേ. എത്രയോ മുസ്ലിം ചെറുപ്പക്കാരുണ്ട്, ഖേദത്തോടുകൂടി കുമ്മന മുസാദ് ഓർമ്മപ്പെടുത്തുകയാണ്, അന്യമതത്തിൽപ്പെട്ട പെണ്ണിനെ വേളി കഴിക്കാൻ, നിക്കാഹ് കഴിക്കാൻ തുനിയുന്നവരെ, എനിക്ക് വിവാഹം നടത്തി തന്നില്ല എങ്കിൽ ഞാൻ പൈപാളത്തിൽ താലവെക്കുമെന്ന് പറയുന്നവരെ, ഈ കാണുന്ന ഫാനിൽ ഞാൻ കെട്ടി തൂങ്ങിച്ചാകുമെന്ന് പറയുന്നവരെ, ഈ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുമെന്ന് പറയുന്നവരെ, അതിന്റെ പേരിൽ നരമ്പ് മുറിച്ചുകൊണ്ട് വീട്ടിലെ പ്രഹസനങ്ങൾ സൃഷ്ടിക്കുന്നവരെ, ആത്മഹത്യക്ക് വേണ്ടി തുനിയുന്നവരെ, പഠിച്ചു വെക്കണേ. കുടുംബാദികൾ നിനക്ക് അനുകൂലമായി നിലകൊണ്ടാലും പ്രതികൂലമായി നിലകൊണ്ടാലും നീ വിവാഹം ചെയ്യലിലൂടെ, ഏത് രീതിയിൽ നീ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും അതിൽ അല്ലാഹു നിനക്ക് മക്കളെ സമ്മാനിച്ചാൽ ആ മക്കളോടുള്ള കടമയിൽ നീ വീഴ്ച വരുത്തിയവനാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. മുസ്ലിം സമുദായത്തിലെ എത്രയോ സഹോദരങ്ങൾ പ്രതിക്കൂട്ടിലാണ്. വിവാഹത്തിന് മുമ്പ് അന്യ സ്ത്രീകളുമായി ചാറ്റിംഗ് നടത്തുന്നവരില്ലയോ? നിശ്ചയത്തിന്റെ സമയത്ത് ഇതാ കാമുകിയുടെ കൈകളിലേക്ക് തന്നെ
തന്നെ വിവാഹം ചെയ്യാൻ വരുന്ന സ്ത്രീയുടെ കൈകളിലേക്ക് ഫോൺ കൊടുക്കുന്നവരെ, അവളുമായി രാത്രിയിൽ IMOയിലൂടെ കണ്ടുകൊണ്ട് ചാറ്റിംഗ് നടത്തുന്നവരെ, അവരുമായി ഭാഷണം നടത്തുന്നവരെ, അവളുടെ സംസാരങ്ങൾ കേൾക്കാൻ രാത്രിയുടെ യാമങ്ങളെ ഉറക്കമൊഴിക്കുന്ന ചെറുപ്പക്കാരാ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. വ്യഭിചാരമല്ലേ നീ നടത്തിക്കൊണ്ടിരിക്കുന്നത്? വിവാഹത്തിന് മുമ്പ് ആരാണടാ നിനക്ക് അനുവാദം നിന്നിട്ടുള്ളത്? ഏതെങ്കിലും ആലിമീങ്ങൾ പറഞ്ഞതാണോ? ഉലമാവ് പഠിപ്പിച്ചതാണോ? പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണോ? മദ്രസയിൽ നീ പഠിച്ചിട്ടുള്ളതാണോ? ഇല്ല ഇല്ല, ഇസ്ലാമികമാകുന്ന ഒരു കലാലയത്തിലും നീ പഠിപ്പിച്ചതല്ല. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ വിലക്കിയതാണ്. വഖുല്ലിൽ മുഅ്മിനീൻ യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. നബിയേ, നബിയേ, തങ്ങളുടെ മുസ്ലിം സഹോദരങ്ങളോട് പറയണേ, അവരുടെ കണ്ണുകളെ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കണേ, ഹറാമ കാണുന്നതിനെ തൊട്ട് കണ്ണെന്ന് ചിമ്മണേ. അന്യ പെണ്ണിലേക്കുള്ള നോട്ടം ഹറാമാണ്. സിനിമ കാണൽ മാത്രമല്ല, സീരിയൽ ദർശിക്കൽ മാത്രമല്ല അന്യ പെണ്ണിലേക്കുള്ള നിന്റെ നോട്ടമില്ലയോ, അത് ഹറാമാണ്. കണ്ണിനെ ഒന്ന് ചിമ്മണേ, ചിമ്മണേ. ഫുറൂജഹും, അവരുടെ ജനനേന്ദ്രിയത്തെ അവർ സംരക്ഷിക്കുകയും ചെയ്യണേ. ഖുർആൻ ഖാലല്ലാഹു അസ്സ വജൽ وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നൂറിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. മുസ്ലിം മംഗമാരോട് സഹോദരിമാരോടും പറയണേ, പുരുഷന്മാര് മാത്രമല്ല കണ്ണിനെ സൂക്ഷിക്കേണ്ടത്, സഹോദരി നീയും സൂക്ഷിക്കണേ. യഗ്ളുദ്ന മിൻ അബ്സാരിഹിൻ, അവരുടെ കണ്ണുകളെ ഹറാമിനെ തൊട്ട് ചിമ്മണേ. വയഹ്ഫളന ഫുറൂജഹുൻ, അവരുടെ ജനനേന്ദ്രിയത്തെ സൂക്ഷിക്കുകയും ചെയ്യണേ. നിനക്ക് വേണ്ടിയാണ് ഭർത്താവ് കഷ്ടപ്പെടുന്നത്, നിനക്ക് വേണ്ടിയാണ് ഭർത്താവ് കഷ്ടപ്പെടുന്നത്. അദ്ദേഹം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്നത് പെങ്ങളെ നിനക്ക് വേണ്ടിയാണ്, നിനക്ക് വേണ്ടിയാണ്, നിന്റെ മക്കൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് പാവപ്പെട്ട ഭർത്താവിനെ മറന്നുകൊണ്ട് അന്യരാകുന്ന കാമുകന്മാരുമായിട്ടുള്ള സുഖവാസം പാടില്ല പെങ്ങളെ, പാടില്ല പെങ്ങളെ. ഒളിഞ്ഞും മറഞ്ഞും അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്നുള്ള വസ്തുത നീ തിരിച്ചറിയണേ, തിരിച്ചറിയണേ. ആരുമറിയാതെ രഹസ്യമായ കണക്ഷനുകൾ കൂട്ടി ഉറപ്പിക്കുന്നവരെ അറിയുന്ന നാഥനുണ്ട്, നാഥനുണ്ട്. ഇന്നല്ലാഹ യഅലമു ഖൈറത്തൽ അയ്ൻ വമാ തുഖ്ഫി സുദൂർ. മറഞ്ഞിരിക്കുന്ന സർവകാര്യങ്ങളും അറിയുന്നവൻ ഈ ലോകത്തിന്റെ തമ്പുരാനാണ്, ഈ ലോകത്തിന്റെ ജഗന്നിയന്താവാണ്, ഈ ലോകത്തിന്റെ പരിപാലകനാണ്, ഈ ലോകത്തിന്റെ സർവേശ്വരനാണ്, ഈ ലോകത്തിന്റെ സർവാധിപതിയാണ്, ഈ ലോകത്തുള്ള സർവ്വസൃഷ്ടിജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ അല്ലാഹുവാണ്. ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മ ദർശനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ചറപ്പില്ലയോ, പടച്ചറപ്പില്ലയോ. ആ പടച്ചറപ്പ് നിന്റെ സർവ്വ കാര്യങ്ങളും അറിയുന്നുണ്ടെന്നുള്ള ബോധം വേണേ. ഈമാൻ ഊരപ്പെടാതെ നീ ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൂന്ന് കൂട്ടർക്ക് നരകീയ മോചനമുണ്ട് സാബാ, മൂന്ന് കൂട്ടർക്ക് നരകീയ മോചനമുണ്ട് സാബാ. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ, അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഉറക്കാമയും പറയുന്ന അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ, നല്ല ഉറക്ക പറയുന്ന അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നരകം ഒരു നിസ്സാര വിഷയമല്ലാത്തത് കൊണ്ടാണ് നല്ലതുപോലെ പറഞ്ഞുകൊള്ളി. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഐനുൻ ഖല്ലത അൻ മഹാരിമില്ലാഹ്
ഹറാമ കാണാത്ത കണ്ണ് ഏതൊരു വ്യക്തിക്കുണ്ടോ, ഏതൊരു സഹോദരനുണ്ടോ, ഏതൊരു സഹോദരി കൈമുതലാക്കിയോ, നരകീയ മോചനമാണ്, മോചനമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നരകീയ മോചനം 3 കൂട്ടർക്ക്. ഇതിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഈ 3 കാര്യം പറയുമ്പോൾ ശ്രദ്ധിക്കണം. മക്കളുടെ ബാധ്യത എത്ര ഉണ്ട്? മക്കളോടുള്ള ബാധ്യത എത്രയാണ്? 3 മർമ്മപ്രധാനമായത്. 1 നമ്മൾ പറഞ്ഞു നിർത്തിയത്, 2ഉം 3ഉം പറയും ഇൻഷാ അല്ലാഹ്. പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനു മുമ്പ് ഇതൊന്ന് കേട്ടോളി. നരകീയ മോചനം 3 കൂട്ടർക്ക്. 1 ഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ല, ഹറാമ് കാണാത്ത കണ്ണുള്ളവരാണ്. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ, അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. സിനിമയും സീരിയലും മാത്രമല്ല, മൻസനാ ബിഇംറഅതി ജാരിയതിൽ മുസ്ലിമി ലം യുരിഹ റായിഹതൽ ജന്ന. അയൽവാസിനിയാകുന്ന സ്ത്രീകളുമായി കൊഞ്ചിക്കുഴയാ താല്പര്യം വെക്കുന്നവരില്ലയോ, അവരുടെ ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് അവരുമായി വർത്തമാനം പറയുന്നവരില്ലയോ, യോഗങ്ങൾ വിളിക്കുമ്പോ, കുടുംബത്തിന്റെ യോഗങ്ങൾ വിളിക്കുമ്പോ, അയൽവാസികളുമായിട്ടുള്ള ബന്ധങ്ങൾ വിളിക്കുമ്പോ, അത്തരത്തിലുള്ള ചർച്ചകൾ വന്നിരിക്കുമ്പോ, അത്തരത്തിലുള്ള സഹോദരങ്ങളുമായി, അയൽവാസികളാകുന്ന ചെറുപ്പക്കാരുമായി കൂടുതൽ ഇടപഴകാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കുന്നതായ സഹോദരി, ലം യുരിഹ റായിഹതൽ ജന്ന, സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ പറ്റൂല. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. വഇന്ന റായിഹതൽ ജന്ന, സ്വർഗത്തിന്റെ പരിമളം എന്ന് പറയുന്നത് തസീറു 500 ആം, 500 വർഷത്തെ വഴിദൂരം അടിച്ചു വീശുമേ നബിയുനാ റസൂലുള്ളാഹി. 500 വർഷം വഴിദൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഒരു വാഹനം എടുത്ത് 500 വർഷം സഞ്ചരിച്ച് എവിടം വരെ സഞ്ചരിക്കും? 500 വർഷം. നമ്മൾ ഫ്ലൈറ്റിൽ പോയാൽ എവിടം വരെ പോകും? 500 വർഷം. അത്ര ദൂരമാണ് എന്തിനുള്ളത്? സ്വർഗത്തിൻ്റെ ആസ്വാദനം, പരിമളമുള്ളത്, അതിൻ്റെ സുഗന്ധം വരുന്നത്. അത്ര ദൂരത്ത് പോലും നിന്നെത്തിക്കൂല, അതിനപ്പുറമായിരിക്കും നിന്റെ സ്ഥാനം. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് കടക്കാന്ന് പിന്നെ നീ ചിന്തിക്കണ്ടെന്നർത്ഥം. അയൽവാസിനിയാകുന്ന സഹോദരിമാരുമായി ഒക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. അതാണ് ഇത് പറയുന്നത്. അതൊക്കെ നിസ്സാരമായി കാണുന്ന ആളുകളുണ്ട്. അതൊന്നും വിഷയമൊന്നുമില്ല. കൂടുതൽ നമ്മളതാത്താൻ നമ്മളോട്ട് വലിയ ബന്ധമാണ്, റാഹത്താണ്. ചിലരാണെങ്കിൽ മേത്തൊക്കെ അടിച്ച് വർത്താനം പറയുന്നതാണ്. അത് സുഖല്ലേ, റാഹ സുഖല്ലേ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. താത്തായി ഇങ്ങോട്ട് തിരിച്ച് നാളെ ചെല്ലുമ്പോൾ ഇടങ്ങേറ് കൈ ഇങ്ങനെ ഉണ്ടാകും, സംഭവം പെരടിയിൽ കെട്ടി വെച്ചിരിക്കുക. അല്ലാഹു ആക്കട്ടെ. ദുനിയാവ് നല്ല റാഹത്ത്. ഇതൊക്കെ നടക്കുന്നതാണ്, നമ്മുടെ നാട്ടിൻപുറം നടക്കുന്ന നിസ്സാരമായി നമ്മൾ തള്ളിക്കളയുന്ന വിഷയങ്ങളാണ്. പക്ഷെ വലിയ വിഷയമാണ്, ആണിത് വിഷയം. ഹറാമ കാണാത്ത കണ്ണുള്ളവരുണ്ടോ? നിനക്ക് റാഹത്താണ്, റാഹത്താണ്. നാളെ നരകീയ മോചനം നിനക്ക് ഉറപ്പാണ്, ഉറപ്പാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വഅയ്നു സഹറതു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണുകളുണ്ടോ? കണ്ണുകളുണ്ടോ? മഗ്രിബ് കഴിഞ്ഞ് തുടങ്ങിയ സദസ്സാണ്. രാത്രിയായിട്ടും ഉറക്കമൊഴിച്ചുകൊണ്ട് ഒഴിയാതെ നിൽക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ സഹോദരി, സന്തോഷിക്കണേ, സന്തോഷിക്കണേ. ബഹുമാനപ്പെട്ട ശൈഖുന എസ്.കെ. ബാക്കി ഉസ്താദിനെ ആദരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് ഒരുമിച്ച് കൂട്ടിയതാകുന്ന ഈ വേദിയിലേക്ക് കുമ്മനം ഉസ്താദിനെ ശ്രമിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിക്കുക. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്ക് നാളെ സന്തോഷമാണ്, സന്തോഷമാണ്, സന്തോഷമാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു ഫന പറയാനല്ല, ഒരു ഫസാദ് പറയാനല്ല, ഒരു ഗീബത്ത് പറയാനല്ല, ഒരു നമീമത്ത് പറയാനല്ല. അല്ലാഹുവിന്റെ മഹത്തുക്കളെ വരച്ച് വാണിക്കാനാണ്, അവന്റെ മഹാന്മാരെ ആദരിക്കാൻ വേണ്ടിയാണ്, അവന്റെ ഉലമാ ആരാണ് എന്ന് ജനങ്ങളിലേക്ക് എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആൻ വെച്ചുകൊണ്ട്, ഹദീസ് വെച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് വിജ്ഞാനം നൽകാൻ വേണ്ടിയാണ്. നാളെ മഹ്ശറയിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് ഈ സദസ് ഉപകാരമുള്ള സദസായി കബൂലാക്കണേ അല്ലാഹ്. വഅയ്നു സഖറത് ഫീ സബീലില്ലാഹ്,
അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണാണ് ഈ രാത്രിയുടെ യാമത്തെ നീ മാറ്റിയവരെ തീർച്ചയായും നരകീയ മോചനമാണ് നബിയുനാ റസൂലുള്ളാഹി. എന്തുകൊണ്ട് പകൽ സമയം അല്ലാഹു റസൂൽ പറഞ്ഞില്ല, രാത്രിയുടെ യാമങ്ങൾ എടുത്തു പറയാനുള്ള കാരണം അധിക ആളുകളും ഇരുട്ടിന്റെ മറവിൽ തെറ്റ് ചെയ്യുന്നവരാണ്. രാത്രിയാകുമ്പോൾ ബ്ലൂ ഫിലിമുകൾ കണ്ടു തീർക്കുന്നവരെ, രാത്രിയാകുമ്പോൾ സിനിമാ പാട്ടുകൾ കേൾക്കാൻ വേണ്ടി ഹെഡ്സെറ്റ് കാതിലേക്ക് കുത്തുന്ന സഹോദരി, പഠിക്കാനെന്ന വ്യാജേന റൂമിൽ കയറിക്കൊണ്ട് ലാപ്ടോപ്പ് ഓൺ ചെയ്തുകൊണ്ട് കാമുകനുമായി ഭാഷണം നടത്തുന്നവരെ, IMIയുടെ ചാറ്റിംഗ് നടത്തുന്നവരെ, മോശപ്പെട്ടതാകുന്ന ഫിലിമുകൾ കണ്ടുകൊണ്ട് സമയങ്ങളെ കള്ളു നീക്കുന്നവരെ, കാമുകന്മാരുമായി നേരം വിളക്കുന്നവരെ, ഭാഷണം നടത്തുന്നവരെ, അവരെ കണ്ടുകൊണ്ട് രസാനുഭൂതിയിൽ ഏർപ്പെടുന്നവരെ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി പറയുകയാണ്, രാത്രിയെ സൂക്ഷിക്കണേ. ഈ സമയത്തെയാണ് നിങ്ങൾ മർമ്മപ്രധാനമായി രേഖപ്പെടുത്തേണ്ടത്. അള്ളാന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ചതായ കണ്ണുകളായി ഈ രാത്രിയുടെ യാമങ്ങളെ മാറ്റിയവർക്ക് നരകീയ മോചനമുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖുർആൻ ഓതിയവരുണ്ടോ, ദിക്ർ ചൊല്ലിയവരുണ്ടോ, നമസ്കാരം ചിട്ടവെച്ചവരുണ്ടോ, രാത്രി എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചവരുണ്ടോ, പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കിയവരുണ്ടോ, ദിക്ർ ചൊല്ലിയവരുണ്ടോ, ഇബാദത്തുകളിലായി കഴിഞ്ഞുകൂടിയവരുണ്ടോ, അല്ലാഹ് എന്ന ഫിക്റിലായി നിന്റെ സമയങ്ങളെ നീ തള്ളി നീക്കിയവരുണ്ടോ, സന്തോഷിക്കണേ. നരകീയ മോചനം റെഡിയാണ് നബിയുനാ റസൂലുള്ളാഹി. വഅയ്നു ഖറജത് മിൻഹാ ദുമൂ മിസ്ല റഅസി ദുബാബ്. ഒരീച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പടച്ചറപ്പിനോട് പൊട്ടിക്കരയുന്നതായ സോദര, അള്ളാഹുവിനോട്, അല്ലാഹ് എന്റെ പാപങ്ങൾ പുറത്തു തരണേ നാഥാ, ഞാൻ വ്യഭിചരിച്ചു പോയി റബ്ബേ, ഞാൻ കള്ളു കുടിച്ചു പോയി അല്ലാഹ്, ഞാൻ പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചു റബ്ബേ എന്ന് പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് യാചിക്കുന്നവരെ, പാപമോചനത്തിന് അർത്ഥിക്കുന്നവരെ, നരകീയ മോചനമാണ് നിനക്കുള്ള സമയമല്ലേ മുന്നിലുള്ളത്. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈൽ. ഈ ലോകത്തിന്റെ തമ്പുരാനായ പടച്ചറപ്പ് അവൻ കാത്തിരിക്കുകയാണ്. പകൽ തെറ്റ് ചെയ്ത മനുഷ്യ, നിന്റെ പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹു റെഡിയാണ്. പകൽ തെറ്റ് ചെയ്ത മനുഷ്യ, നിന്റെ പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹു രാത്രിയിലും സന്നദ്ധനാണ്. രാത്രിയിൽ തെറ്റ് ചെയ്ത മനുഷ്യ, നിന്റെ പാപങ്ങൾ പുറത്തു തരാൻ അല്ലാഹു പകലും റെഡിയാണ്. അഥവാ നീ ഒരു പൈസ കൊണ്ടുപോയി ബാങ്കിൽ നിക്ഷേപിക്കണമെങ്കിൽ അതിന് നീ ദിവസങ്ങൾ നോക്കണം, അതിന് നീ മാസങ്ങൾ നോക്കണം, അതിന് ടൈമുകൾ നീ നോക്കണം. രാവിലെ 10 മണി മുതൽ 5 മണി വരെ ഉള്ളൂ ബാങ്കുകൾ തുറക്കുകയുള്ളൂ എങ്കിൽ നിനക്കിതാ നിന്റെ പാപങ്ങൾ അകലവും പുറപ്പിച്ചെടുക്കാൻ തൗബയുടെ കവാടങ്ങൾ തുറന്നിരിക്കുകയാണ്. പരിശുദ്ധമായ റജബിന്റെ മാസത്തിലല്ലയോ ചെറുപ്പക്കാരാ നീ നിലകൊള്ളുന്നത്. നീ നിന്റെ ജീവിതത്തിലെ പ്രേമങ്ങൾ മുഴുവനും മാറ്റിവെച്ച് അല്ലാഹുവിനെ ഒന്ന് പ്രേമിക്കാൻ നിനക്കിറങ്ങിക്കൂടെ? റജബുൻ ശഹറുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമാണ് പരിശുദ്ധമായ റജബ് മാസമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവനിലേക്ക് നിനക്കൊന്നടുത്തൂടെ? ഒരു ചാണ് നീ എടുത്താൽ ഒരു മുഴമെടുക്കുന്ന റബ്ബല്ലേ നിനക്കുള്ളത്. ഒരു മുഴമെടുത്താൽ നിന്നിലേക്ക് നടന്നെടുക്കുന്ന റബ്ബല്ലേ നിനക്കുള്ളത്. നീ ഒന്ന് നടന്നെടുത്തു നോക്ക് പൊന്നുമോനെ, നിന്നിലേക്ക് ഓടി വരുന്ന റബ്ബല്ലേ അല്ലാഹു എന്ന് നീ മനസ്സിലാക്കണേ. ഒരു
സ്നേഹം നീ കാണിച്ചാൽ 10 മടങ്ങ് സ്നേഹം നൽകുന്ന പടച്ചിറപ്പിന് നീ വെറുക്കരുതേ. നിന്റെ പാപങ്ങൾ അഖിലവും അല്ലാഹുവിലേക്ക് ഏറ്റു പറയണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നരകീയ മോചനം ലഭിച്ചവർ ഒരു ഈച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും അല്ലാഹുവിനോട് കരഞ്ഞവരാണ്. കരയണം നമ്മൾ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ കരയുന്നവർക്ക് നരകീയ മോചനമുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി ഈ രാത്രിയിൽ പൊട്ടിക്കരഞ്ഞോ സഹോദരി, നിന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകളൊക്കെ അല്ലാഹു മായ്ച്ചു തരും. റബ്ബിനോട് ശരിക്ക് കരഞ്ഞ ദ്വാരക്ക് ഇസ്തിഗ്ഫാർ ചെല്ല്, അധികരിപ്പിക്ക്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ ويجعل لكم جنات ويجعل لكم أنهارا. അള്ളാഹുവിലേക്ക് പാപമോചനത്തിന് അർത്ഥിച്ചാൽ പാപം പുറത്തു തരുക മാത്രമല്ല, അള്ളാഹു നിങ്ങൾക്ക് സന്താനങ്ങളെ നൽകുകയാണ്. അള്ളാഹു നല്ല റഹ്മത്തിന്റെ മഴ വർഷിക്കുകയാ, നിങ്ങൾക്ക് സ്വർഗീയമാകുന്ന ആരാമങ്ങൾ തീർക്കുകയാണ്. ഇതൊക്കെയാ നൽകുന്നത്. പാപമോചനത്തിന് അർത്ഥിച്ച ഇതെല്ലാം കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒന്നാമത്തെ കടമ അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. മാതാവിനെ തിരഞ്ഞെടുക്കുക, കുട്ടിയുടെ മാതാവിനെ തിരഞ്ഞെടുക്കുക. വിവാഹത്തിന് മുമ്പ് നിശ്ചയത്തിന്റെ സമയത്ത് ഫോൺ വിളി, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വിളി, ആ സമയത്ത് ഫോൺ കൈമാറുന്നു. വിവാഹത്തിന് മുമ്പുള്ള ഫോൺ വിളികൾ അതൊന്നും പാടില്ല, അതൊക്കെ നിർത്തണം. അത് പുതിയാപ്പിള കൊണ്ട് തരിക, ചെറുക്കൻ കൊണ്ട് തരിക, പെണ്ണിന്റെ വീട്ടുകാർ പറയണം അതൊന്നും വേണ്ടവൻ, നമുക്ക് ഇൻഷാ അല്ലാഹ് വിവാഹത്തിന് ശേഷം അല്ല റാഹത്ത്. അങ്ങനെ നമ്മൾ ശീലിക്കണം. വിവാഹത്തിന് മുമ്പുള്ള ഭാഷണത്തിലൂടെ കൂടി പൈശാചികതയായിരിക്കും കൂടുതലുണ്ടാകുന്നില്ല, അത് തന്നെയാണ് ഉണ്ടാകുക. വിവാഹത്തോടെയാണ് മലക്കിന്റെ സാന്നിധ്യം ഉണ്ടാവുക. ഞങ്ങളെല്ലാം ഉറപ്പിച്ചില്ലേ, നിക്കാഹ് ബന്ധം നടക്കാതെ അതിനു മുമ്പുള്ള ഫോൺ വിളികൾ സമ്മതിക്കാൻ പാടില്ല ഇരു വീട്ടുകാരും. അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. പല വിവാഹങ്ങളും അതിനെ തെറ്റിപ്പോയ ചരിത്രമുണ്ട്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എത്രയോ സംഭവ വികാസങ്ങൾ നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെ നടക്കുന്നുണ്ട്. നേരത്തെ തന്നെയുള്ള ഫോൺ വിളികളിലൂടെ ബുദ്ധിമുട്ടുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കല്യാണം വിളിച്ചുകൊണ്ടിരിക്കുന്നവർ വരെ വിവാഹം പിന്നീട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. എത്രയോ സംഭവങ്ങൾ. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, രണ്ടാമത്തെ കടമ വഅയ്യുഹസ്സിന ഇസ്മുഹു, കുട്ടിയുടെ പേര് നന്നാക്കലാണ്. നല്ല പേര് കുട്ടിക്കിട്ട് കൊടുക്കലാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നല്ല പേരിട്ട് കൊടുക്കുക, മക്കൾക്ക് നല്ല പേരിടുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിർബന്ധമായിട്ട് അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മാതാപിതാക്കൾ ആ വിഷയത്തിൽ കണിശത പുലർത്തണം. എങ്ങനെയെങ്കിലും പേര് ഏതെങ്കിലും പുസ്തകത്തിൽ വായിച്ചിട്ട് എങ്ങനെയെങ്കിലും പേരിടുക, അങ്ങനല്ല. അത് ആലിമീങ്ങളോട് ചോദിക്കണം. നിസ്സാരമാക്കരുത്. ഒരാൾക്ക് അദ്ദേഹത്തിന്റെ പേര് പോലെ ഇരിക്കും അദ്ദേഹം ഉയർന്നതാകുക. പേരിലൊരു കാര്യമുണ്ട് എന്നർത്ഥം. നല്ല പേരിട്ട് കൊടുത്താൽ അവർ നല്ല തസ്തികയിലേക്ക് ഉയരും. വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ഉണ്ടാകും, അവൻ്റെ ആത്മീയതയിൽ ഉയർച്ച ഉണ്ടാകും. ആ പേര് പോലെ ഇരിക്കും. മോശപ്പെട്ട പേരാണെങ്കിൽ അതനുസരിച്ച് തന്നെ ഉണ്ടാകും. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. അതൊക്കെ പൂർവീകർ ശ്രദ്ധിച്ചിരുന്നു. ഇന്നതൊക്കെ എടുത്തുപോയി. എന്തെങ്കിലും ഒരു പേരങ്ങിട്, വാപ്പാടെ പേരും ഉമ്മാടെ പേരും കൂടെ തുടക്കത്തിൽ ഒരു അക്ഷരം ചേർത്തിട്ട് പേരിടുന്നു. ആരെങ്കിലും എവിടെയെങ്കിലും നെറ്റിൽ കണ്ടതോ ഏതെങ്കിലും ബസ്സിൽ എഴുതി വെച്ചതോ സിനിമാ നടന്റെയോ സിനിമാ നടിയുടെ പേരങ്ങെടുത്തിടുന്നു. അല്ലാതെ ആരും അത് വിഷയത്തിൽ ഒരു ശ്രദ്ധ പുലർത്തുന്നില്ല. അതൊരു നിസ്സാരമായി തള്ളിക്കളയുക. ചിലർ ശ്രദ്ധ പുലർത്തുന്നുണ്ടാകും, എന്നാലും നല്ല പേര് സജസ്റ്റ് ചെയ്യാൻ അവർ വിട്ടുപോകുന്നു. അവരുടെ വായിൽ വരുന്ന ഒരു പേരങ്ങിടുന്നു എന്ന് മാത്രം. അതിൻ്റെ അർത്ഥം എന്ത്, അതൊന്നും അവർ ശ്രദ്ധിക്കാറുണ്ടാവില്ല. അങ്ങനത്തെ ചില ആളുകളുണ്ട്. നല്ല പേരിടണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, തസമ്മൂ ബിഅസ്മാഇൽ അംബിയാ, അംബിയാക്കളുടെ പേര് നിങ്ങളുടെ മക്കൾക്കിടണേ. നബിയുനാ റസൂലുള്ളാഹി, ഈസ എന്ന പേരുള്ളവരുണ്ടായിരുന്നു, മൂസ എന്ന പേരുള്ളവരുണ്ടായിരുന്നു,
സക്കരിയ എന്ന പേരുള്ളവർ മുമ്പ് കാലത്തുണ്ടായിരുന്നു, യഹ്യ എന്ന പേരുള്ളവർ മുമ്പുണ്ടായിരുന്നു. ഇന്ന് പേരുകൾ, നല്ല പേരുകൾ വിരളമാണ്. മുഹമ്മദ് എന്ന പേര് പോലും ഇന്നിടാൻ താല്പര്യമില്ലാത്തവരായി നമ്മളിൽ പലരും മാറിയില്ലയോ? മുഹമ്മദ് എന്ന പേര് പോലും നമുക്കിന്ന് അതും വേണ്ട എന്ന് പറയുന്നവരായി. നഊദു ബില്ലാഹ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പേരെന്നാ ഇടേണ്ടത്? എന്നാ ഇടേണ്ടത്? കുട്ടി ജനിച്ച് 7-ന്റെ അന്നാണ് പേര് കർമ്മം നടത്തുന്നത്. അന്ന് തന്നെയാണ് കുട്ടിയുടെ പേരിൽ അറവ് അഥവാ അഖീഖയുടെ അറവ് നടത്തേണ്ടത്. അന്ന് തന്നെയാണ് കുട്ടിയുടെ മുടികളച്ചിൽ കർമ്മം നടത്തേണ്ടത്. അതൊക്കെ തർത്തീബ് ഉലമാ പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യം കുട്ടിക്ക് നല്ല പേരിട്ട് കൊടുക്കുക, രണ്ടാമത് കുട്ടിയുടെ പേരിൽ അറവ് നടത്തുക, മൂന്നാമത് കുട്ടിയുടെ തല മുണ്ടനം ചെയ്യുക അഥവാ മുടി കളയുക. അതിന്റെ തൂക്കമനുസരിച്ചുകൊണ്ട് സ്വർണമോ വെള്ളിയോ പാവപ്പെട്ടവർക്ക് ഹദിയ കൊടുക്കുക. ഇതൊക്കെ പണ്ഡിതന്മാർ പഠിപ്പിച്ച വിഷയമാണ്. അഖീഖയുടെ അറവ് നിസാരമായി തള്ളിക്കളയാൻ പാടില്ല. വളരെ പവിത്രമായ അറവാണത്, കുട്ടികളുടെ പേരിൽ അറക്കുന്ന അറവ്. നമ്മൾ ഇതിന്റെ ഇറച്ചി എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കിയിരിക്കുകയാണ്. റാഹത്തായിട്ട് അത് വാങ്ങി മിണുങ്ങുന്നല്ലാതെ ആർക്കും അറത്തു കൊടുക്കൂല. സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോഴത്തേക്ക് ഇപ്പമില്ല, പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വെച്ച് പിന്തിപ്പിക്കാൻ പാടില്ല. ആ സമയത്ത് വെച്ച് പിന്തിപ്പിച്ചോ പിന്നെ വലിയ പാടായിരിക്കും ജീവിതത്തിൽ നടക്കാനും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കുട്ടിക്ക് ആദ്യം നല്ല പേരിട്ട് കൊടുക്കുക 7-ന്റെ അന്ന്, അതിനുശേഷം അറവ് നടത്തുക. അഖീഖയുടെ എൻ്റെ മകൻ്റെ മുഹമ്മദ് എന്നാണ് പേരിട്ടെങ്കിൽ മുഹമ്മദ് എന്ന കുട്ടിയുടെ സുന്നത്തായ അഖീഖയെ ഞാൻ കരുതുന്നു, അറവ് നടത്തുക. അതിനുശേഷം കുട്ടിയുടെ തല മുണ്ടനം ചെയ്യുക. ഇതൊക്കെ ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട് അവിടെ. കാരണം കുട്ടിയുടെ തലയിൽ കത്തി വെക്കുന്നതിനോടൊപ്പം തന്നെ ഉരുവിൻ്റെ കഴുത്തിലും കത്തി വെക്കണോ? പലരും എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൻ പുറത്തുള്ളവർ തന്നെ ചോദിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖുന അള്ളാഹു ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ, ദീർഘായുസ്സ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. അപ്പോൾ ഒന്നാമതായി ആദ്യം കുട്ടിക്ക് നല്ല പേരിടുക, രണ്ടാമത് കുട്ടിയുടെ പേരുള്ള അറിവ് നടത്തുക, മൂന്നാമതാണ് അതിന് ശേഷമാണ് കുട്ടിയുടെ തല മുണ്ടനം ചെയ്യേണ്ടത്. കുട്ടിയുടെ തലയിൽ കത്തിവെക്കുകയും ഉരുവിൻ്റെ കഴുത്തിൽ കത്തിവെക്കുക രണ്ടും കൂടി ഒരുമിച്ചല്ല. അങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇതൊക്കെ തർത്തീബ് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആലിമീങ്ങളോട് ഇതിനെക്കുറിച്ചൊന്നും ആരും ചോദിക്കൂല. പണ്ഡിതന്മാരോട് സംശയം ചോദിക്കണ്ടേ, എന്നാലല്ലേ കാര്യങ്ങൾ മനസ്സിലാകുള്ളൂ. ഒരു കാര്യവും നമ്മൾ പഠിക്കൂല, മനസ്സിലാക്കൂല, ഒക്കെ സ്വയമേ അറിയാം. ഞാൻ നല്ലൊരു അറിവുള്ളവനാണ് എന്നുള്ളൊരു ധാരണ സാധാരണക്കാർക്ക് വന്നു പോകാറുണ്ട്. ഈ വിഷയത്തിലൊക്കെ നല്ലതുപോലെ ചോദിച്ച ആ വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നല്ല പേര് ആലിമീങ്ങളോട് ചോദിച്ച് സെലക്ട് ചെയ്യണം, ഉസ്താദ്മാരോട് ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സ്വഹാബത്ത് മക്കളാവുമ്പോൾ നബി അടുക്കൽ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരക്ക വായിൽ വെച്ച് ചവച്ചരച്ചിട്ട് കുട്ടിക്ക് തൊട്ടു കൊടുക്കും. കുട്ടിയുടെ വായിൽ ഇട്ട് കൊടുക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് കുട്ടിക്ക് പേര് വെക്കാം സ്വഹാബത്ത് പറയുമ്പോൾ പേര് വെച്ച് കൊടുക്കും. നബി തങ്ങൾ തന്നെ കുട്ടിക്ക് പേരിട്ട് കൊടുക്കും. അങ്ങനെ നമ്മൾ ആലിമീങ്ങളെ സമീപിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ഈ വീടിക്കറയൊക്കെ വെച്ചിട്ടുള്ള വായിക്ക് വെച്ച് കാരക്ക വെച്ച് ചവച്ച് കൂപ്പിയാൽ മോൻ കഞ്ചാവുമായിട്ട് വലുതാകുമ്പോൾ നടക്കും. അള്ളാഹു ആക്കട്ടെ. എല്ലാവരും അങ്ങനെയല്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. എന്നാലും ഇതൊക്കെ ഈ സിഗരറ്റ് വലിയും ഇതൊക്കെ മാറ്റണ്ടേ. പുകയിലോ എവിടുന്നാ കടന്നു വന്നത്? തഴവ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇബിലീസ് മൂത്രമൊഴിച്ച സ്ഥലത്താണ്, അവിടെ കിളുത്തതാണ് എന്ത്? പുകയില. അതാണ് നമ്മൾ വായിൽ ചുരുട്ടി വെച്ചിട്ട് വലിച്ചു കിട്ടുന്നത്. എത്ര ചെറുപ്പക്കാരാണ് ഇതിന് അടിമപ്പെട്ടു. അതൊക്കെ ഒരു നിസാരമായി വലിച്ചു നീട്ടുന്ന ആളുകളുണ്ട്. ഹാർട്ട് അറ്റാക്ക് ഉണ്ട്. അതിൻ്റെ ഫോട്ടോ തന്നെ, ഒരു സിസർവെട്ടിൻ്റെ പാക്കറ്റിൻ്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരുമാതിരിപ്പെട്ടോ വലിക്കൂല. കാരണം അതിൽ തന്നെ തൊണ്ടയുടെ ക്യാൻസറിൻ്റെ പടം കൊടുത്തിരിക്കുകയാണ്. ഇത് വലിക്കാതിരിക്കാൻ വേണ്ടിയാണ് അവരത് കൊടുത്തിരിക്കുന്നത്. അത് ആ പാക്കറ്റും പോക്കറ്റ് വെച്ചുകൊണ്ട് റാഹത്തായിട്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഉണ്ട് മുസല്ലയ്ക്കകത്തോട്ട് ഇത് വീണ് കിടക്കുക റാഹത്തായിട്ട്. എത്ര ആളുകളുണ്ട് പോക്കറ്റിൽ ഇതുമായിട്ടിരിക്കുന്നത്. യഊദു ബില്ലാഹ്, അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ. മക്കൾക്ക് ഇതൊക്കെ വെച്ച് വായി തൊട്ട് കൊടുത്ത് എങ്ങനെ ഉണ്ടാവും? മക്കൾ ആ കോലത്തിലായി തീരും. അള്ളാഹു കാത്തിരക്ഷിക്കണം. ശ്രദ്ധിക്കണം. അതൊക്കെ സാലിഹീങ്ങളെ കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, അത് ചെയ്യിക്കണം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഓരോ ഘടകങ്ങളുണ്ട്. അപ്പം മക്കൾക്ക് അതനുസരിച്ച് ഉണ്ടാകും. അവർ യഥാർത്ഥ നല്ല ആലിമായി തീരും. മക്കൾ സാലിഹായി തീരാൻ ശ്രദ്ധിക്കേണ്ട ഓരോ ഘടകങ്ങളാണ് അതൊക്കെ. തുടക്കം മുതലേ നമ്മൾ ശ്രദ്ധിക്കണം. നിന്റെ ഭാര്യ ആദ്യം കണ്ടുമുട്ടുമ്പോൾ ഭാര്യയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ദുആ ഇറക്കണം. നബിതങ്ങൾ പഠിപ്പിച്ചതല്ലേ, ബാറക്കല്ലാഹു ലികുല്ലി മിന്നാ ഫീ സാഹിബിഹി ശഫീഉനാ റസൂലുള്ളാഹി. ഇതങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനയാണിത്. ഇതൊക്കെ ഇന്നത്തെ ചെറുപ്പക്കാർ ശ്രദ്ധിക്കുന്നുണ്ടാവും. അല്ലാഹു അലം.
മിക്ക ആളുകളെയും ഈ വിഷയത്തിലൊക്കെ അശ്രദ്ധരാണ്. വിവാഹം കഴിക്കുന്നു എന്നല്ലാതെ അവൻ്റെ ജീവിതം എങ്ങനെ പോകണം എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു നല്ലൊരു കൺസെപ്റ്റ് ഇല്ല, അതിനെക്കുറിച്ച് പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഭാര്യയെ കണ്ടുമുട്ടുമ്പോൾ ആദ്യം തലയിൽ കൈവച്ച് അവളുടെ തലയിൽ മൂർധാവിൽ കൈവച്ചുകൊണ്ട് ദ്വാരക്കണമെന്നാണ്. ബാറക്കല്ലാഹു ലികുല്ലി മിന്നാ ഫീ സാഹിബി. അള്ളാഹു നമ്മൾ ഓരോ അവരുടെ ഇണകളിൽ അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ എന്ന് ദ്വാരക്കണം. നമ്മളിത് സ്വന്തം തലയ്ക്ക് വെച്ചിരിക്കുക, വിടച്ചവൻ ഈ ഐറ്റത്തെയാണല്ലോ നമുക്ക് കിട്ടിയത്, ഇതാണ് നമ്മൾ. അങ്ങനെയല്ല, ഭാര്യയുടെ തലയിൽ വെച്ചിട്ടാണ് ദ്വാരക്കേണ്ടത്. ഇതെല്ലാവരും അവനവൻ്റെ സ്വന്തം തലയ്ക്ക് വെച്ച വിടച്ചവൻ ഇതാണല്ലോ, അങ്ങനല്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ജാമഅ അർ-റജുലു മഅ ഇംറാതിഹി വലം യുസമ്മില്ലാഹ തആലാ ഇംതവ ശൈത്വാനു ഹിലീലാ ഫയുജാമിഉ മഅഹാ. വിവാഹം കഴിക്കുക എന്നുള്ളത് മാത്രമല്ല സഹോദര, അതിലൂടെ അള്ളാഹു നമുക്ക് സാലിഹായ മക്കളെ നൽകണേ എന്നുള്ള നിയ്യത്ത് വേണേ. അതിനൊരുപാട് കാര്യങ്ങൾ നീ ശ്രദ്ധിക്കേണ്ടതാണ്. നിന്റെ ഭാര്യയുമായി നീ ബന്ധപ്പെടുമ്പോ ശാരീരിക ബന്ധപ്പെടുന്നതിന് മുമ്പായി ബിസ്മി ചൊല്ലണേ. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഇതൊക്കെ വെറും കളിതമാശയായി കേൾക്കുന്നവരെ, അതൊക്കെ അശ്രദ്ധ വെക്കുന്ന സഹോദര, പൈശാചികത ഉണ്ടാകാൻ നിദാനമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദാ ജാമഅ അർ-റജുലു മഅ ഇംറാതിഹി വലം യുസമ്മില്ലാഹ തആലാ. ഒരു വ്യക്തി അവന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ ബിസ്മി ചൊല്ലാതെയാണ് ബന്ധപ്പെടുന്നത് എങ്കിൽ ഇൻതവ ശൈത്വാനു ഇഹ്ലീലാ, പിശാചവന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗത്ത് ചുരുണ്ട് കിടക്കുമേ. യന്തവി ചുരുണ്ട് കിടക്കുകയാണ്. പിശാച് ചുരുണ്ട് കിടക്കും. ഇഹ്ലീലഹു, പുരുഷന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗത്ത്. ആ ഭാഗത്തിന് പറയുന്നതാണ് ഇഹ്ലീൽ. പിശാച് ചുരുണ്ട് കിടക്കും. എന്നിട്ടോ ഫയുജാമിഉ മഅഹാ, അവളുമായി ബന്ധപ്പെടുമ്പോ പിശാചാണ് ബന്ധപ്പെടുന്നത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നഊദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. ഇത് നിസ്സാര വിഷയമായിട്ട് നമ്മളൊക്കെ നിസ്സാരമായിട്ട് തള്ളിക്കളയാണ്. അതൊന്നുമില്ല. ഉലമാ പഠിപ്പിക്കുന്നു, പണ്ഡിതന്മാര് പഠിപ്പിച്ച് ഒളു എടുത്തിട്ട് വേണം നിങ്ങളുടെ ഭാര്യയെ സമീപിക്കാൻ. ഭാര്യയെ തൊട്ട ഒളു മുറിയുന്നു ഷാഫി മദ്ഹബ് പറയും. പിന്നെ എന്തിനാ ഒളു എടുക്കുന്നത്? അതിന് നേരെ തർക്കുത്തരം പറഞ്ഞിട്ട് നമ്മൾ നിൽക്കുന്നു. എന്തായാലും അകത്തോട്ട് കയറുമ്പോൾ തൊട്ടാ പിന്നെ ഒളു പോയി, പിന്നെ എന്തിന് ഒളു എന്തിന്? അങ്ങനെയല്ല, ആ ഒളു എടുത്തിട്ട് കയറണം. അങ്ങനെ തന്നെയാണ് അത് നബി തങ്ങൾ പഠിപ്പിച്ചതെന്തോ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. ആണ് ദീൻ, മനസ്സിലാക്കണം. ഒരുപാട് ആളുകൾ ഇപ്പൊ ഇന്നൊരു സഹോദരി ഇന്ന് ഉച്ചയ്ക്ക് ഞാനൊരു വീട്ടിൽ ഫംഗ്ഷൻ പോയപ്പോൾ അവർ ചോദിച്ചാണ്, ഒരു സഹോദരി ചോദിച്ചു, ഉസ്താദെ ഇദ്ദ ഇരിക്കുന്ന സമയത്ത് അവരല്ല, മറ്റൊരു സഹോദരി ഇദ്ദ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നഖം മുറിക്കാൻ പറ്റുമോ? ഇതിപ്പോൾ മറ്റേ നോമ്പ് മുറിയുമെന്ന് കുറേ ആൾക്കാരിങ്ങനെ പറയും, പെണ്ണുങ്ങൾക്കിടയിലുണ്ട്. അവർ നോമ്പ് മുറിയും, നോമ്പുള്ളുകാരൻ അവനെ മുടി മുറിച്ചാൽ, നഖം മുറിച്ചാൽ എന്നൊക്കെ ഉള്ള ഇഷ്കാലം ഉണ്ടാകാറുണ്ട്. സംഭവം തെറ്റിദ്ധാരണയാണല്ലോ, നോമ്പൊരിക്കലും മുറിയൂലല്ലോ. എന്നതുപോലെ തന്നെ ഇപ്പം യുദ്ധം മുറിഞ്ഞു പോവും എങ്ങനെ ചെയ്താൽ? നഖം മുറിച്ച്. അപ്പം നഖമൊക്കെ ഈ 4 മാസവും 10 ദിവസവും നഖവും വളർത്തി അങ്ങനെ ഇരിക്കണം. മുടി തൊടരുത്, അവരുടെ ഇങ്ങനെ തന്നെ നഖമൊക്കെ വളർത്തി അങ്ങനെ തന്നെ ഇരിക്കണം. അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇത്ര പേര് ആ വിഷയത്തിലൊക്കെ അശ്രദ്ധരാണ്. ഇതൊക്കെ വിഷയങ്ങൾ പഠിക്കണ്ടേ? എന്താണ് ഇരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ്? പലർക്കും ആ വിഷയത്തിൽ അശ്രദ്ധയാണ്. സ്ത്രീകൾക്ക് അവരുടെ ഗർഭമുണ്ടോ, ഗർഭധാരണമുണ്ടോ എന്നുള്ളതൊരു തിരിച്ചറിവിന് വേണ്ടി ഇസ്ലാം നൽകിയിരിക്കുന്ന ഒരു നിയമമാണത്. 4 മാസം 10 ദിവസം. അതുകൊണ്ടല്ലേ ഗർഭം നടന്നാൽ ഉടനെ തന്നെ അവളുടെ ഇത് കാലാവധി കഴിയാൻ. ഭർത്താവ് മരിച്ചു, പിറ്റേ ദിവസം അവൾ അല്ലെങ്കിൽ തൊട്ടടുത്ത സമയം തന്നെ അവൾ പ്രസവിച്ചു എങ്കിൽ അവളുടെ ഇദ്ദയുടെ കാലാവധി കഴിയാൻ. 4 മാസം 10 ദിവസം പിന്നെ അവൾ ഇരിക്കണ്ട. ചിലർ ഈ ഇദ്ദ ഇരിക്കുന്ന സമയത്ത് തന്നെ അടുത്ത കല്യാണാലോചന നടത്തും. പാടില്ല, ഖിത്ബത്ത് പാടില്ല എന്നുള്ളതാണ്. അതാ ഭർത്താവ് മരിച്ചു ഉടനെ തന്നെ എൻ്റെ സഹോദരി മരിച്ചിട്ടുണ്ട്, അപ്പോൾ അടുത്ത ഭർത്താവിന് നോക്കണം, വേഗം തന്നെ തപ്പിയെടുക്കുക ഏതെങ്കിലും ഒരു തന്നെ, എന്നിട്ട് അപ്പോഴേ തന്നെ കല്യാണാലോചന അയാളോട് പോയി നടത്തുക. അതൊന്നും പാടില്ല. ഇവരുടെ ഇദ്ദയുടെ കാലാവധി കഴിയാതെ ഖിത്ബത്ത്, കല്യാണ ആലോചന പോലും നടത്താൻ പാടില്ല. ഇതൊക്കെ ഉലമാ പഠിപ്പിക്കുന്ന വിഷയങ്ങളാണ്. നമ്മളതിൽ അശ്രദ്ധ വെക്കാൻ പാടില്ല. നമ്മളിതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. വിഷയങ്ങളൊക്കെ നമ്മൾ അറിയണം, സഹോദരിമാർ അറിയണം.
ഈ ഇദ്ദയുടെ സമയത്ത് സംശുദ്ധമായ ജീവിതം നിങ്ങൾ കൂടുതൽ സൂക്ഷ്മത വെക്കണം. സാധാരണയുള്ള സൂക്ഷ്മതയേക്കാൾ ഒന്നുകൂടി സൂക്ഷ്മത വെക്കണം. ആഭരണങ്ങൾ അണിയുന്നതിൽ നിന്ന് ഒഴിഞ്ഞ് അള്ളാഹുവിന് ഇബാദത്ത് എടുത്തുകൊണ്ട് കൂടുതൽ തഖ്വയിലായി നിങ്ങൾ കൂടുതൽ നീങ്ങണം. കൂടുതൽ ഖുർആനോത്ത്, ദിക്ർ, നിസ്കാരങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ദിക്റിലായി നിങ്ങൾ കഴിഞ്ഞുകൂടി ശുദ്ധിയുള്ള സമയത്ത് കൂടുതൽ ഖുർആൻ ഓതീൻ, ഖത്മുകൾ തീർക്കിൻ. അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത്. കുറേ കാര്യങ്ങൾ നമ്മൾ ആ വിഷയത്തിൽ പഠിക്കേണ്ടത്. നഖം മുറിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ജീവിതത്തിൽ കൊണ്ടുവരാൻ പാടില്ല. അത്തരത്തിലുള്ള വാക്കുകളൊക്കെ പറയുന്ന സഹോദരിമാർ ആവശ്യമില്ലാത്ത മസലകൾ കടത്തി കൂട്ടുന്നവർ. അഊദുബില്ലാഹി, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നല്ല സംശുദ്ധമായ ജീവിതം നയിക്കുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അപ്പം നല്ല പേരിട്ട് കൊടുക്കുക. മുഹമ്മദ് എന്നുള്ള പേര് ചെറിയ പേരല്ല, നല്ല പേരാണ്. അള്ളാഹു ആ പേരിടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മക്കളിൽ ഒരാൾക്കെങ്കിലും 3 മക്കളുണ്ട് എങ്കിൽ അതിൽ ഒരാൾക്കെങ്കിലും മുഹമ്മദ് എന്ന പേര് വെക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി മുഹമ്മദ് എന്നുള്ള പേര് വെക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ കാന ലഹു സലാസതും മിനൽ വലദ് ഫലം യുസമ്മ വാഹിദും മിൻഹും മുഹമ്മദാ ഫഖദ് ജഹില. ഒരുത്തന് 3 മക്കളുണ്ടാവുകയും അതിലൊരാൾക്കും മുഹമ്മദ് എന്ന പേര് വെക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ വിവരമില്ലാത്തവനാണ്. നബിയുനാ റസൂലുള്ളാഹി. മുഹമ്മദ് എന്നുള്ള പേര് നല്ല പേരാണ്. ആ പേരുള്ളവരാരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? സ്വന്തമായി ആ പേര് മാത്രമോ അല്ലെങ്കിൽ അതിനോട് ചേർന്നോ ഉണ്ടോ? അൽഹംദുലില്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. 2, 3, 4, 5 കൈ ഉയർത്തിക്കോളി, പേടിക്കണ്ട. വല്ല പിരിവ് ചോദിക്കാനാന്ന് കരുതിയിട്ടൊന്നുമില്ല. നിങ്ങൾ കൈ ഉയർത്തിക്കോളി. ആരുണ്ടോ? അൽഹംദുലില്ലാഹ്, 6, 7. ഇപ്പോഴേ ഇനിയും വേണേ പോക്കും. പിരിവില്ല എന്ന് പറഞ്ഞപ്പോൾ കൈ ഉയർത്തി. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ചിലർ പേടിച്ചിരിക്കുക, അപ്പോൾ വീണ്ടും പോകുന്നവരുണ്ട് കേട്ടോ. ഇനി മുഹമ്മദ് എന്നുള്ള പേരുള്ളവരെന്നാ കൊണ്ടുപോകും 10,000 എന്ന് പറയുമെന്ന് പേടിച്ചിട്ട് കുറേ പേര് ഇരിക്കും. അങ്ങനൊന്നും ഇല്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. ഏറ്റവും നല്ല പേരാണ്. ഹദീസിൽ എത്ര ഹദീസുണ്ട്? ആ വിഷയത്തിൽ തന്നെ ഡസൻ കണക്കിന് ഹദീസ് ഓതാൻ കഴിയും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ കാന യൗമൽ ഖിയാമ നാദാ മുനാദിൻ ഫിസ് സമാ. നാളെ ഖിയാമത്ത് നാളിൽ ജനങ്ങൾ മഹ്ശറിലേക്ക് വന്ന് നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന വിളിക്കുകയാണ്, അലാ ലിയഖും ഇസ്മു മുഹമ്മദ്. അറിയണേ, എഴുന്നേൽക്കണേ, മുഹമ്മദ് എന്ന പേരുള്ളവർ എഴുന്നേൽക്കണേ. കോടിക്കണക്കിന് ജനങ്ങൾക്കിടയിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ മുഹമ്മദ് എന്നുള്ള പേരുള്ളവർ എഴുന്നേൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന പറയുമത്രേ, ഫല്ലദ്ഖുലുൽ ജന്ന. സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കണേ. സ്വർഗ്ഗത്തിലേക്ക് കടന്നോ? ഏറ്റവും നല്ല പേരിട്ടവരാ, കേറിക്കോ. ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, മുഹമ്മദ് എന്നുള്ള പേരിനെ നിങ്ങൾ നിസ്സാരമായി കാണരുത്. ഇമാം മാലിക് റളിയല്ലാഹു തആല പറയുകയാണ്, മാ മിൻ അഹ്ലി ബൈത്തിൻ ഫീഹിം ഇസ്മു മുഹമ്മദിൻ ഇല്ലാ റുസഖൂ റിസ്ഖ ഖൈർ. ഒരു വീട്ടിൽ മുഹമ്മദ് എന്നുള്ള പേരുള്ളവർ ഒരാളുണ്ടായിരിക്കെ ആ വീട്ടിൽ നല്ല ഭക്ഷണം അല്ലാഹു നൽകുമേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അഥവാ ആ വീട്ടിൽ ഭക്ഷണം ഒരിക്കലും മൊഴിയൂല, നല്ല ഭക്ഷണം ഉണ്ടാവും. മാലിക് ഇമാം പറയുന്നു, ഇബ്നു റഷീദ് റളിയല്ലാഹു അൻഹു തൊട്ട് അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ നാട്ടുകാരാകുന്ന മദീനക്കാർ ഇത് അവർ പരിശീലിച്ചു. അഥവാ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മുഹമ്മദ് എന്ന് പേര് വെക്കും. അതുകൊണ്ട് തന്നെ ആ വീടുകളിലൊക്കെ ബറക്കത്താണ്. അതിൽ നിന്ന് അവർ മനസ്സിലാക്കി മുഹമ്മദ് എന്നുള്ള പേര് നിസ്സാര പേരല്ല. ഇട്ട് നോക്ക്, ഇട്ട് ദാരിദ്ര്യം ഉണ്ടാവൂല. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ പേര് ചേർത്തിയെങ്കിലും വെക്കണം, നിസ്സാരമായി കല്ലത്. പേരിടുമ്പോൾ ആ പേര് തുടക്കത്തിൽ വരണം. മുഹമ്മദ് സഫ്വാൻ, മുഹമ്മദ് ത്വാഹിർ, അങ്ങനെ വരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി അത് തനിച്ചിടുന്നതിനാണ് ഇപ്പോൾ ഈ പറഞ്ഞ മഹത്വങ്ങളൊക്കെ, വലിയ മഹത്താണ്. ഇനി അതല്ല ഇങ്ങനെ കൂട്ടത്തിലിടുക. നമുക്കൊക്കെ പേടിയാണ്, നമുക്ക് തീവ്രവാദിയാവുമോ വിഘ്രാദിയാവോ ഈ ഒരു പേടിയാണ്. അങ്ങനെയല്ല, പേരിടുമ്പോൾ അതിനനുസരിച്ച് അവൻ ഉയരും, അവൻ്റെ തസ്തിക ഉയരും, ദീനിയായ മാറ്റം ഉണ്ടാവും. അള്ളാഹു കൊടുക്കും. അങ്ങനെയാണ് അതിൻ്റെ കാര്യം. മുത്തുനബിയുടെ ഒരു ബറക്കത്ത് അവന് കിട്ടും. അള്ളാഹു തൗഫീഖ് തരട്ടെ.
അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു പക്ഷേ നല്ല ആലിമായി തീരും, നല്ലൊരു മുത്തഅല്ലിമാവും, നല്ലൊരു ആബിദായി തീരും, സമൂഹത്തിൽ അറിയപ്പെട്ട നല്ലൊരു മനുഷ്യനായി തീരും. 10 പേരോ മരിക്കുമ്പോൾ സാലിഹ എന്ന് പറയും. ഇതൊക്കെ അല്ലേ നന്മ? സ്വർഗത്തിലേക്കുള്ള പ്രയാണം എളുപ്പമാവുമല്ലേ? അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഇന്ന ഹബ്ബൽ അസ്മാഇ ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങളാണ് അബ്ദുല്ലാഹി വ അബ്ദുറഹ്മാൻ. അബ്ദുല്ലാഹി വ അബ്ദുറഹ്മാൻ. അബ്ദുല്ല എന്നുള്ള പേര്, അബ്ദുറഹ്മാൻ എന്നുള്ള പേര്. ആ പേരുള്ളവരുണ്ടോ ഈ സദസ്സിൽ? ആരെങ്കിലും ഉണ്ടോ? അബ്ദുല്ല എന്ന പേരിലുണ്ടോ? അതാണ് കുറവാണ്. ഈ പേരുകളൊക്കെ ഇന്ന് കുറഞ്ഞു പോയി. മലബാർ ദേശത്താണ് ചോദിച്ചെങ്കിൽ 100 കണക്കിന് ആളുകളുണ്ടാവും മുഹമ്മദ് എന്നുള്ള പേര്, അബ്ദുള്ള എന്നുള്ള പേര്, അതുപോലെ അബ്ദുറഹ്മാൻ, എത്ര 100 കണക്കിന്. നമുക്ക് ഈ പേരൊക്കെ നിസ്സാരമായി നമ്മൾ തള്ളി. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നല്ല പേര്, നമ്മൾ ഇട്ടിരിക്കുന്ന പേര് നല്ല പേരാണെങ്കിലും ഓക്കെ, ദീനിയായ പേരാണെങ്കിലും ഓക്കെ, അതൊന്നും ആരും മാറ്റാൻ നിൽക്കണ്ട. മോശപ്പെട്ടാണെങ്കിൽ മാറ്റണം, മോശപ്പെട്ട പേരാണെങ്കിൽ മാറ്റണം. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ കടന്നു വരുകയാണ്. നബി തങ്ങളെ ചോദിക്കുകയാണ്, മസ്മുക, പേരെന്താണ് സഹോദരാ? ഇസ്മി ഹസനുൻ, എന്റെ പേര് ദുഃഖമെന്നർത്ഥം വരുന്ന പേരാണ്. എന്റെ പേര് ദുഃഖമെന്നാണ് നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അന്ത സഹിലുൻ, നിന്റെ പേര് സഹിൽ എന്നാണ്, എളുപ്പം ചെയ്യുന്നവനെന്നാണ് അർത്ഥമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ഉടനെ അനുയായി പറയുകയാണ്, നബിയേ, എന്റെ വാപ്പയാണ് എനിക്ക് പേര് വെച്ചത്, ഞാൻ എന്റെ പേര് മാറ്റൂല നബിയേ, മാറ്റൂല നബിയേ. വാപ്പ വെച്ച പേര് ഒരിക്കലും ഞാൻ മാറ്റാൻ തയ്യാറില്ല നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്. നബി തങ്ങൾ ഇട്ടുകൊടുത്ത സഹിൽ എന്ന പേര് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ മക്കള് പറയുകയാണ്, സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫമാ സാലത്ത് ഫീനാ ഹുസ്നുൻ, ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും ദുഃഖമാണ്, ദുഃഖമാ. അല്ലാഹുവിന്റെ റസൂല് പേര് മാറ്റിയിട്ട് ദുഃഖമെന്നർത്ഥം വരുന്ന പേരെന്ന് മാറ്റി സഹിലെന്ന് പേരിട്ട് കൊടുത്തിട്ട് ആ പേര് സ്വീകരിക്കാതെ വാപ്പ തിരിച്ചു പോകുന്നത് കൊണ്ട് മക്കളാകെ ഞങ്ങളുടെ ജീവിതത്തിൽ പോലും പിന്നീട് ദുഃഖമുണ്ടായിരുന്നു, വിരഹമായിരുന്നു, പ്രയാസമായിരുന്നു എന്ന് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു. ഒരു പേര് എന്തിരിക്കുന്ന മുസ്ലിയാരെ എന്ന് പറയുന്നവർ പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. പേരിലാണ് സർവ്വതും ഇരിക്കുന്നത്. നല്ല പേര് മക്കൾ കിട്ടുകൊടുക്കണേ. ഹബീബായ നബി തങ്ങളെ പറയുകയാണ്, ഇന്നക്കും സതുദഊന യൗമൽ ഖിയാമ ബിഅസ്മാഇകും വബിഅസ്മാഇ ആബാഇകും ഫഹസിനു അസ്മാഅകും. നിങ്ങൾ നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ വിളിക്കപ്പെടുന്നത് നിങ്ങളുടെ പേരും നിങ്ങളുടെ ഉപ്പയുടെ പേരും ചേർത്തുകൊണ്ടാണ്. ഇന്നാലിന്റെ മനുഷ്യന്റെ മകനേ എന്നാണ് നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ വിളിക്കപ്പെടുക. ഇളിപ്പക്കത്തുള്ളവനെ, കറ്റാനത്തുള്ളവനെ, തഴവയിലുള്ളവനെ എന്ന സ്ഥലപ്പേര് വിളിച്ചുകൊണ്ടല്ല, ഇന്നാലിന്റെ മനുഷ്യന്റെ മകനല്ലയോ കടന്നു വരുക, കടന്നു വരുക എന്ന നാളെ മഹ്ശറിലേക്ക് വിളിക്കപ്പെടുമേ. അതുകൊണ്ട് നിങ്ങളുടെ പേര് നന്നാക്കണേ. ഹബീബായ റസൂലുള്ളാഹി ജനകോടികൾ മുഴുവനും മഹ്ശറിൽ വന്ന് നിൽക്കുന്ന സമയത്ത് മോശപ്പെട്ട പേര് വിളിക്കപ്പെടുന്ന നിലയിലേക്ക് പോകരുതേ. അതുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ പേര് നന്നാക്കണേ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി ഉമർ റളിയല്ലാഹു തആല മുത്തു നബിയുടെ അടുക്കലേക്ക് വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, മകളുടെ പേരെന്താണ്? ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, നബിയേ, എനിക്കൊരു മകളുണ്ട്, ഒരു മകൾ ഹഫ്സ എന്നാണ്, മറ്റൊരു മകളുടെ പേര് ആസിയ എന്നാണ്. ഐനും അലിഫും സ്വാദമാണ്, ദോഷി എന്നർത്ഥം വരുന്ന പേരാണ്. ആസിയ എന്നുള്ള പേരാണ് നബിയെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമർ റളിയല്ലാഹു തആല പറയുകയാണ്. ഒരു കാലഘട്ടത്തിൽ അവിശ്വാസിയായി ജീവിച്ചിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു മകൾക്ക് അന്ന് കൊടുത്ത പേര് ആസിയ എന്നാണ്. മുത്തുനബി പറയുകയാണ്, അവളുടെ പേരെന്ന് മാറ്റണേ, ജമീല എന്നാക്കണേ, സൗന്ദര്യമുള്ളവർ എന്നർത്ഥം വരുന്ന പേരാക്കണേ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഇരിപ്പക്കുളത്തുള്ള ഓരോ രക്ഷിതാക്കൾ ഓർമ്മപ്പെടുത്തുന്നത്, മോഡൽ
മക്കളുള്ള പേരുകൾ, ഏതെങ്കിലും സിനിമാ നടന്മാരുടെ നടിമാരുടെ പേരുകൾ മക്കളിലേക്ക് ചേർത്ത് വെക്കരുതേ. നമ്മുടെ മക്കൾ ഒരു ആലിമാകണം, നമ്മുടെ മക്കൾ ഒരു മുത്തല്ലിമാകണം, നമ്മുടെ മക്കൾ ഉഖറബിയായ ആലിമീങ്ങളിൽ പെടണം. അവൻ നാളെ ദീൻ അംഗീകരിക്കുന്നവരാകണം, മതബോധമുള്ളവനാകണം, മതനിഷ്ഠയുള്ളവനാകണം. അവൻ തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കണോ. മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കണേ, ദീനുള്ളതാകുന്ന പേരിട്ട് കൊടുക്കണേ. അത് ആലിമീങ്ങളുമായി കൂടിയാലോചിച്ചുകൊണ്ട് 7 ദിവസത്തിന് മുമ്പായി 7 ഹൈറായ നിലയ്ക്ക് കുട്ടി ജനിച്ചിട്ടിടണേ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉമർ റളിയല്ലാഹു തആല അൻഹു കുട്ടിയോട് മൂന്നാമതായി പറയുകയാണ്, വയുഅല്ലിമഹുൽ കിതാബ്. മൂന്നാമത്തെ കടമേതെന്നറിയുമോ? വാപ്പയുടെയും ഉമ്മയുടെയും കടമ മക്കൾക്ക് ദീൻ പഠിപ്പിക്കലാണ്, വിശുദ്ധ ഖുർആൻ മക്കളെ പഠിപ്പിക്കലാണ്. വാപ്പയുടെ കടമയും അത് തന്നെയാണ്, ഉമ്മയുടെ കടമയും അത് തന്നെയാണ്. വാപ്പ മരണപ്പെട്ടു പോയ ഒരു മകനെ ഉമ്മ ഇതാ ഇൽമു പഠിക്കാൻ വിടുകയാണ്. 2 സഹോദരങ്ങളാണ്, 2 മക്കളാണ് ഉമ്മയ്ക്കുള്ളത്. വാപ്പ വിട്ടേ പോയ സ്വത്ത് മുഴുവനും വീതം ചെയ്യുമ്പോ 40 സ്വർണ്ണ നാണയം ഒരു മകന് നൽകുകയാണ്. മൂത്ത മകൻ അതുമായി പോയാണ്. ഇളയ കുട്ടിയുടെ പേര് അബ്ദുൽ ഖാദർ എന്നാണ്. ആ പൊന്നുമോനെ പഠിക്കാൻ ബഗ്ദാദിന്റെ മണ്ണിലേക്ക് ഉമ്മ ഇതാ പറഞ്ഞു വിടുകയാണ്. കാരണം ഉമ്മക്കൊരു ബാധ്യതയുണ്ട്. ഉമ്മ മകനെ ആത്മീയമാകുന്ന ചുവട് കൊടുക്കണം. അത് റസൂലുള്ള പഠിപ്പിച്ചതാണ്. ഹിജ്റ 470 ജനിച്ച ഒരു മനുഷ്യനാണ്. ഹിജ്റ 561 ലോകം മുഴുവനും പിടിച്ചു കുലുക്കി ദീനിന്റെ ഏറ്റവും വലിയ സമുന്നതമാകുന്ന മേഖലകളിലേക്ക് പോയി ചേർന്ന മഹാനാണ് മുഹയ്യിദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഹിജ്റ 470 ഇറാനിലെ ജീലാൻ എന്ന ദേശത്ത് ജനിച്ച മനുഷ്യൻ 18 വയസ്സ് കഴിയുമ്പോ 488 ബഗ്ദാദിന്റെ മണ്ണിലേക്ക് 40 സ്വർണ്ണ നാണയം ഉമ്മ കൊടുക്കുകയാണ്. വാപ്പയുടെ വീതം കിട്ടിയതാണ് മകന് നൽകുകയാണ്. അതൊരു കുപ്പായത്തിന്റെ ഉള്ളിൽ തുന്നിക്കൊണ്ട് പഠിക്കാൻ പോയ പൊന്നുമോന്. സുബ്ഹാനല്ലാഹ്, ചരിത്രം ഞാൻ സുദീർഘമായി പറയുകയല്ല. 18 വയസ്സ് മുതൽ ഇൽമു പഠിക്കുകയാണ്. 18ാമത്തെ വയസ്സിൽ 33 വർഷം ഇൽമു പഠിക്കുകയാണ്. ഹിജ്റ 588 തുടങ്ങിയ പഠനം ഹിജ്റ 521 വരെ പഠിക്കുകയാണ്. 33 കൊല്ലം നിസ്കാരം കഴിഞ്ഞ് 33 സുബ്ഹാനല്ലാഹ് ചെല്ലാൻ പോലും മടിവെച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകുന്ന ചെറുപ്പക്കാരാ, 33 കൊല്ലം ഇൽമു പഠിച്ച മഹാനാണ് മുഹയ്യിദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. വസ്തു ബഹറുൽ ഉലൂമി മിൻ കുല്ലി ഫന്നി സിർതു ഫിൽ അസ്രി ഔഹാദൽ ഉലമാഇ. അക്കാലഘട്ടത്തിലേതാകുന്ന സർവ്വവിജ്ഞാന ശാഖകളിലും ഇൽമിന്റെ സർവ്വവിജ്ഞാന ശാഖകളിലും മുങ്ങി കുളിച്ചു എന്ന് മാത്രമല്ല, അക്കാലഘട്ടത്തിലേതാകുന്ന സർവ്വ പണ്ഡിതന്മാർക്കിടയിൽ ഒറ്റമൊത്തായി ഞാൻ നിലകൊണ്ടു. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാരണം 33 കൊല്ലമാണ് രാവും പകലും ഇൽമു പഠിച്ചത്. ഇന്ന് നമ്മുടെ മക്കൾ വിജ്ഞാനം പഠിക്കാൻ ഇറങ്ങുന്നതോ കേവലം ഒരു 2 വർഷം കൊണ്ട് ഓതല് തീരണേ, എങ്ങനെയെങ്കിലും ഓതി തീർത്തു തരണേ, എന്തെങ്കിലും ഖദ്ർ സബക്ക് പഠിക്കണേ, കിതാബൊന്ന് തുടങ്ങി വെച്ചിട്ട് ഏതെങ്കിലും ബിരുദം വാങ്ങി കൂട്ടുന്നവരല്ലയോ. എന്നാൽ നമ്മൾ പഠിക്കേണ്ടത് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പാഠമാണ്. ആ പാത പിൻപറ്റിക്കൊണ്ട് 15 വർഷത്തോളം ഇൽമുകൾ പഠിച്ചതാകുന്ന മഹത്തുക്കളാകുന്ന ആലിമീങ്ങളെ ഇന്ന് നമ്മൾ ആദരിച്ചില്ലയോ. അല്ലാഹുവേ, ശൈഖുനക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കണേ അല്ലാഹ്. ഇൽമിന്റെ സർവ്വശാഖോപശാഖകൾ മുങ്ങിക്കുളിച്ചു എന്ന് മാത്രമല്ല, 41ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയ ദർസ് ഹിജ്റ 561 വരെ, അഥവാ 40 വർഷം തുടർച്ചയായി ദർസാണ്. 40 വർഷം തുടർച്ചയായി ദർസാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ.